അല്ല, വാഹനം പരിശോധിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയത്തില്ല. കാരണം അവർക്ക് ദേ ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. പക്ഷേ പരിശോധിച്ചവർ അവരോട് പെരുമാറിയത് ഏത് രീതിയിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിയമം അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഷാഫി വളരെ സീനിയറാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളോട് സഹകരിക്കാതിരിക്കത്തില്ല. അദ്ദേഹം സഹകരിക്കും. അദ്ദേഹത്തിൻ്റെ ഞാൻ ചെറുതായിട്ട് ഞാൻ വിഷ്വൽ കണ്ടിരുന്നു. വിഷ്വൽ കണ്ടപ്പോൾ തന്നെ ഷാഫി വളരെ മോഡറേറ്റ് ആൻഡ് പൊളൈറ്റ് ആയിട്ടാണ്. പക്ഷേ അതിന് ശേഷം അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ വാഹനം സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്നു. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ദേ ക്യാൻ ഡു ദാറ്റ്. കാരണം വി ആർ നോട്ട് അബവ് സിറ്റിസൻസ്. പൗരന്മാരുടെ മുകളിലല്ല നമ്മളാരും. പക്ഷേ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ കണ്ടു, എന്നോടിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനും മോശമായി പെരുമാറിയില്ലല്ലോ. ആരെങ്കിലും മനഃപൂർവ്വം ഹറാസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ സംസാരിച്ചാൽ അങ്ങനെ വന്നൊരു പ്രതികരണമായിരിക്കും. അല്ലാണ്ട് നമ്മളും ചില സമയത്ത് നമുക്കിപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അനാവശ്യമായി പർപ്പസ്ഫുള്ളി ടാർഗറ്റഡായി ചെയ്യുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ചിലപ്പോൾ റേസ് സംസാരിച്ചു. അല്ലാതെ ഞങ്ങളിപ്പോൾ KPC പ്രസിഡന്റ്, ഞങ്ങൾ ഇന്നലെ സംഭവിച്ചാലും KPC പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വാഹനം ഇതുപോലെ കൈ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ആക്ച്വലി അതിനോട് അപ്പോൾ ഞങ്ങളിങ്ങനെ സെറ്റിലായിട്ട് പുറകിന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ KPC പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ പൊക്കോളം പറയുമ്പോൾ KPC പ്രസിഡന്റ് തന്നെ പറയുന്നത് നോ അവർക്ക് പരിശോധിക്കട്ടെ. വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണുവും ഞങ്ങളെല്ലാവരും അതേ സമീപനമായിരുന്നു. അപ്പം ഞങ്ങളാരും അങ്ങനെ വാഹനം പരിശോധിക്കാൻ പാടില്ല, വാഹനം പരിശോധിക്കരുത്, അങ്ങനെ നിലപാട് കോൺഗ്രസിന്. വി വിൽ ഒബേ ബൈ ഓൾ ദ റൂൾസ്. അത് യാതൊരു സംശയമില്ല. ഏകപക്ഷീയമായ രീതിയിലുള്ള പരിശോധനകളാണ് പലപ്പോഴും നടക്കുക. ഏകപക്ഷീയ പരിശോധന ഇപ്പോൾ വേറെ MLA യുടെ വണ്ടി പോയി, നിങ്ങളത് പരിശോധന പറഞ്ഞ കാര്യമില്ല. ദർ ഡിസ്ക്രിപ്ഷൻ ഓൾസോ. പക്ഷേ പരിശോധിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. പരിശോധിക്കുന്നതിന് ആരും തടസ്സം പറയുക അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യത്തില്ല. പക്ഷേ പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഷാഫിയൊന്നും അങ്ങനെ അൺറീസണബിളായി ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, നോർമലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ ആരാണെങ്കിലും, ഞാൻ പറഞ്ഞു ഇന്നലെ KPC പ്രസിഡന്റ് കൂടെ രാത്രി ആ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനും വിഷ്ണുവും പുറകിലിരിക്കുന്നു, KPC പ്രസിഡന്റ് മുമ്പിലിരിക്കുന്നു. ഫ്രണ്ടിൽ MLA ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ്സിലുള്ളത് കണ്ടില്ല. അവർ സ്വാഭാവികമായിട്ടും വണ്ടി കൈ കാണിച്ച് നിർത്തിയപ്പോൾ അവരുടെ നാച്ചുറലായിട്ടുള്ള പരിശോധന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കടന്നു. അപ്പോൾ വിഷ്ണു വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു KPC പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് അത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അന്നേരം അവർ പൊക്കോളം പറഞ്ഞപ്പോൾ ദെൻ പ്രസിഡന്റിൻ്റെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ പറയുന്നത് ലെറ്റ് ദം ഡു ദ ഡ്യൂട്ടി എന്നുള്ളതാണ്. നമ്മുടെ ഒരു നിലപാട് അതാണ്, രീതി അതാണ് സാർ. ഇതുവഴി ഇതിനു മുമ്പ് കടന്നുപോയപ്പോൾ ഇങ്ങനെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നോ? ഇതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ MLA വണ്ടിയിൽ അല്ലാതെ വന്നപ്പോൾ വേറൊരു വണ്ടിയിൽ വന്നപ്പോൾ അവർ നിർത്തി പരിശോധിച്ചിട്ടുണ്ട്. പരിശോധന ഇവിടെ പകുതി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തത്. ദെൻ ഐ സെഡ് ഓക്കെ, യു കണ്ടിന്യൂ, നോ പ്രോബ്ലം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. പരിശോധിക്കുന്നതിന് സഹകരിക്കില്ലെന്നോ, പരിശോധിക്കുന്നത് മോശമാണെന്നോ, ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയരാകില്ലെന്നോ ഒരു കാരണവശാലും ഷാഫിയെ പോലെ ഒരാൾ പറഞ്ഞിട്ടില്ല, പറയില്ല. ഐ എം പ്രെറ്റി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. എനിക്കറിയാം, ഞങ്ങൾ എത്ര നാളായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ അത് അന്നസറി ആയിട്ട് വിവാദമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇൻ ദ സെൻസ് അപ്പോൾ ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. സോ